ഫ്രണ്ട്സ്, എല്ലാവർക്കും ബീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റബിൾ വെച്ചിട്ട് നല്ലൊരു വെജ് കടായിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ക്യാരറ്റ്, ബീൻസ്, ഗ്രീൻ പീസ്, പൊട്ടറ്റോ ഒക്കെ ഇതുപോലെ തീരെ പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല. ഇത്തിരി വലുതായിട്ട് അരിഞ്ഞ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ എന്താ വെജിറ്റബിൾ ഉള്ളത് അതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു കടയിൽ ഒരു 2 വലിയ സ്പൂൺ എണ്ണ ഒഴിച്ച് ഇത് ചെറുതായിട്ടൊന്ന് ഷാലോ ആയിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞ് വേണം നമ്മൾ മസാല ചേർക്കാൻ. അപ്പം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി, ഒരുപാട് ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിതെടുത്തിട്ടൊന്ന് മസാല മൂപ്പിച്ചിട്ട് വേണം പിന്നെ നമുക്കിതിടാൻ. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിളൊക്കെ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നമുക്കിതിപ്പോൾ എണ്ണയിൽ നിന്ന് എടുക്കാം. നമുക്ക് വെജിറ്റബിൾ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് തന്നെ ഇത്തിരി ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 2-3 ഏലക്കായ, കറുവപ്പട്ട, താച്ചോല, ഇപ്പട്ടയുടെ ഇല നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. നമ്മൾ ഒരു സ്പൂണ് വലിയ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഒരു വലിയ പച്ചമുളക് ഉണ്ട്, അത് അരിഞ്ഞതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു വലിയ തക്കാളിയാണ്, ഇതൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്കിതൊരു മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിന് ചേർക്കാൻ വേണ്ടിയിട്ട് 2 വലിയ സവോള നമ്മൾ എണ്ണയ്ക്കകത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 10 കപ്പലണ്ടി കാഷ്യൂനട്ടും കൂടെ കൂട്ടി അരച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് 2 വലിയ സവോള നമ്മൾ വറുത്തിട്ട് കപ്പലണ്ടിയും കൂട്ടി അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഈ മസാലയൊക്കെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവണം. വെജിറ്റബിൾ വെന്തോന്നൊന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പിന്നെ എടുക്കാൻ. നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ചേർക്കാം. വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നമ്മൾ വീട്ടിൽ പൊടിച്ച ഗരം മസാല തന്നെയാണ്. നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ലിഡ് വെച്ച് നമുക്കൊരു 4-5 മിനിറ്റ് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. പൊട്ടറ്റോ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കിത് മൂടി വെക്കാം. നമുക്ക് നോക്കാം, കറിയൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നമ്മളിത് ഒരുപാട് സ്പൈസി അല്ല, നമ്മൾ കാഷ്യൂനട്ടൊക്കെ അരയ്ക്കുന്ന കറിയല്ലേ, ഒരുപാട് മീഡിയം സ്പൈസിയാണ്. നമുക്ക് 1 സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ നമുക്കിട്ട് കൊടുക്കാം. ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനലൊക്കെ കണ്ടിട്ട് ഒന്ന് കമൻറ്റൊക്കെ അറിയിക്കണം. അപ്പം നല്ല ഒരു കറിയാണ് ഇത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരും.